എല്ലാവരും ഫയൽ ചെയ്ത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് ഡേ 3 ആണ്. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യണേ രണ്ടുപേരും. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് HTML ലിസ്റ്റിനെ കുറിച്ചിട്ടാണ്. HTML 3 ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റും എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 3 ലിസ്റ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റിനെ നമ്മൾ OL ടാഗിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് UL ടാഗിലാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആണ്. നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് DL എന്ന് പറയുന്ന ടാഗിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ലിസ്റ്റിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് LI എന്ന ടാഗിലായിരിക്കും. ലിസ്റ്റിന്റെ LI എന്ന ടാഗിലായിരിക്കും നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് പഠിക്കാം. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റ് പഠിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് H1 ടാഗിൽ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് ഹെഡിങ് കൊടുക്കുവാണേ. ഓക്കെ ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ H1 ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പേര് കൊടുക്കുവാണ്. ഒന്നുകൂടി പറയാൻ, ഓർഡേർഡ് ലിസ്റ്റിന് നമ്മൾ OL ടാഗാണ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അൺഓർഡേർഡ് ലിസ്റ്റിന് നമ്മൾ UL ടാഗാണ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിന് നമ്മൾ DL ടാഗാണ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ലിസ്റ്റിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് LI ടാഗ് വെച്ചിട്ടാണ്. LI ടാഗ് വെച്ചിട്ടാണ് ലിസ്റ്റിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഓരോന്നായിട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിന്റെ എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിനെ നമ്മൾ നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയും കേട്ടോ. അപ്പം ഞാനിവിടെ അതും കൂടി കൊടുക്കാം. ഓർഡേർഡ് ലിസ്റ്റ് ഓർ നമ്പേർഡ് ലിസ്റ്റ്. നമ്പേർഡ് ലിസ്റ്റ്. അപ്പോൾ ഓർഡർ ലിസ്റ്റിന്റെ മറ്റൊരു പേരാണ് നമ്പേർഡ് ലിസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്പർ വെച്ചിട്ടായിരിക്കും. അതായത് ഓരോ ലിസ്റ്റിനും ഓരോ നമ്പർ കാണും. നമ്പർ വൈസ് ആയിരിക്കും നമുക്ക് ആ ലിസ്റ്റ് കാണാൻ പറ്റുക. ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു കൂട്ടം കാര്യങ്ങൾ. അത് നമുക്ക് ഓർഡറിലും നമുക്ക് കാണാൻ പറ്റും, അൺഓർഡറിലും കാണാൻ പറ്റും, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും. ഓർഡറിൽ കാണുന്നത് നമുക്ക് നമ്പർ ഇട്ടിട്ടായിരിക്കും നമുക്ക് ഓർഡറിലേക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡറിൽ കാണുന്നതിന്റെ പ്രോഗ്രാം ആദ്യം നമ്മൾ OL ടാഗ് ഡിഫൈൻ ചെയ്യുക. OL എന്ന് പറഞ്ഞാൽ ഓർഡേർഡ്. അപ്പോൾ OL ടാഗ് ഡിഫൈൻ ചെയ്തിട്ട് ഈ OLന്റെ അകത്ത് വേണം നമ്മൾ ഓരോ ലിസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ. OL ടാഗിന്റെ വേണം നമ്മൾ ലിസ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ അത് നമ്പർ ഇട്ട് കാണാൻ പറ്റൂ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ, കുറച്ച് ഫ്രൂട്ട്സിനെ ഞാൻ ലിസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ LI ടാഗിലല്ലേ നമ്മൾ ലിസ്റ്റ് കൊടുക്കേണ്ടത്. LI കൊടുത്തു. ഞാൻ ആദ്യം ആപ്പിൾ കൊടുത്തു. വീണ്ടും അടുത്ത LI ടാഗിൽ ഞാൻ അടുത്തത് ഓറഞ്ച് കൊടുത്തു. വീണ്ടും ഒരു ടാഗിൽ ഞാൻ LIയിലാണ് കൊടുക്കേണ്ടതെല്ലാം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഓർഡറിൽ കിട്ടൂ. അടുത്ത ടാഗിൽ ഞാനിപ്പോ ബനാന കൊടുത്തു. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റിനെ ഞാൻ സേവ് ചെയ്തു, റൺ ചെയ്യാൻ പോവാണേ. കണ്ടോ, ഇപ്പൊ എനിക്ക് ഓർഡേർഡ് ലിസ്റ്റിന് എനിക്ക് നമ്പർ വൈസ് കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയോ ഇത്? ഈ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ ഓക്കെ, ചെയ്തോളൂ. ഇത് കിട്ടിയിട്ട് അടുത്ത് ചെയ്യാം. ഓർഡർ ലിസ്റ്റ് അല്ലെങ്കിൽ നമ്പർ ലിസ്റ്റ്. അപ്പോൾ അത് നമുക്ക് നമ്പറിൽ കിട്ടും. നമ്മൾ ഒരു കൂട്ടം, അതായത് ഗ്രൂപ്പ് ഓഫ് ലിസ്റ്റ് നമ്മൾ LI ടാഗിൽ OL ടാഗിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നമ്പർ വൈസ് കിട്ടും. അതാണ് നമ്മൾ OL ടാഗ്, അതായത് ഓർഡർ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്.
എഴുതി ചെയ്യുവാണല്ലോ അല്ലേ? ഓക്കെ. ആ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആ ഓക്കെ. ആ, കാണിക്കാം. നമ്മൾ ഓർഡർ ലിസ്റ്റ് ആയതുകൊണ്ട് ആദ്യം ഓയിൽ ടാഗ് ഡിഫൈൻ ചെയ്യും. ഈ ഓയിൽ ടാഗിന്റെ ഉള്ളിലാണ് ലിസ്റ്റ് ആയിട്ട് കുറച്ച് ഐറ്റംസ് കൊടുക്കുന്നത്. അതായത് ലിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എൽ ഐ ടാഗ് വെച്ചിട്ടാണ്. സോ എൽ ഐ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് വേണം നമ്മളത് എൽ ഐ ആയിട്ട് തന്നെ കൊടുക്കുക, എൽ ഐ ടാഗിൽ തന്നെ കൊടുക്കുക. ഇപ്പൊ ഞാൻ ഫ്രൂട്ട്സിനെയാണ് കൊടുത്തത്, സോ എനിക്ക് 1 2 3 നമ്പർ വൈസ് കിട്ടി. അതിനാണ് ഓർഡർ ലിസ്റ്റ് ഓർ നമ്പർ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് അൺഓർഡേഡ് ലിസ്റ്റ് ആണ്. ഇപ്പോ ഓർഡേഡ് ലിസ്റ്റിന്റെ മറ്റൊരു പേരാണ് നമ്പർ ലിസ്റ്റ്. അതുപോലെ തന്നെ അൺഓർഡേഡ് ലിസ്റ്റിന്റെ മറ്റൊരു പേരാണ് ബുള്ളറ്റ് ലിസ്റ്റ്. അതായത് നമുക്കിപ്പോൾ ഡോട്ട് വെച്ചിട്ടായിരിക്കും നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ബുള്ളറ്റ് പോലെ ഡോട്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ അതിന്റെ ടാഗ് എന്ന് പറയുന്നത് യു എൽ ടാഗ്. ഇപ്പൊ ഈ ഓ എൽ ടാഗ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് യു എൽ ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഞാൻ അൺഓർഡേഡ് ലിസ്റ്റ് ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് പേര് കൊടുക്കും. നമ്മൾ ഓർഡർ ലിസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ യു എൽ ടാഗ് കൊടുക്കുക. അൺഓർഡേഡ് ലിസ്റ്റിന്റെ ടാഗ് ആണ് യു എൽ ടാഗ് കൊടുക്കുക. ഓക്കെ, യു എൽ ടാഗിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ലിസ്റ്റ് ഐറ്റംസ് കൊടുക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ലിസ്റ്റ് ഐറ്റംസ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് കളേഴ്സിന്റെ പേര് കൊടുക്കുവാണേ. റെഡ്, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, ഞാൻ കുറച്ച് ലിസ്റ്റ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് എന്നോട് ലിസ്റ്റ്. നമുക്ക് ബുള്ളറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. സോ ഇത് സേവ് ചെയ്തിട്ട് റൺ ചെയ്യും. കണ്ടോ, ഇപ്പൊ നമുക്കിത് ബുള്ളറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഇപ്പൊ ഓർഡർ ലിസ്റ്റിന്റെ അൺഓർഡർ ലിസ്റ്റിന്റെയും ഡിഫറൻസ് മനസ്സിലായോ? ഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ നമുക്ക് കിട്ടും. അൺഓർഡർ ലിസ്റ്റ് ജസ്റ്റ് ബുള്ളറ്റ് കിട്ടും. ഓർഡറിലൊന്നും കിട്ടില്ല, ജസ്റ്റ് ബുള്ളറ്റ് കിട്ടും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ആണ്. ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് 1 2 3 അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഹെഡിങ്, അതിന് കുറച്ച് അങ്ങോട്ട് ടാബ് സ്പേസിൽ അതിന് പറ്റിയ ഡിസ്ക്രിപ്ഷൻ, അതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് അതിന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിന് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്നും പറയും. നമ്മൾ ഓർഡർ ലിസ്റ്റിനും നമ്പർ ലിസ്റ്റ് എന്നും അൺഓർഡർ ലിസ്റ്റിന് ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിന് ഡെഫിനിഷൻ ലിസ്റ്റ് എന്നും പറയും. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്നും പറയും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് അൺഓർഡേഡ് ലിസ്റ്റും ഓർഡർ ലിസ്റ്റും ചെയ്ത പോലെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ 3 ടാഗ് വരും. 3 ടാഗ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ടാഗ് എന്ന് പറയുന്നത് ഡി ടാഗ് ആണ്. ഡി എൽ ടാഗ് എന്ന് പറയുന്നത് ലിസ്റ്റിന്റെ സ്റ്റാർട്ടിങ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എൽ ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഡി ടി ടാഗ് ആണ്. ഡി ടി ടാഗ് ഡിഫൈൻ ചെയ്യുന്നത് ടേംസിനെയാണ്. ഓരോ ടേം, ആ ലിസ്റ്റിലുള്ള ഓരോ ടേമിനെയുമാണ് ഡി ടി ടാഗ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്നത് ഡി ഡി ടാഗ് ആണ്. ഡി ഡി ടാഗ് ഡിഫൈൻ ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷത്തിനെയാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ 3 ടാഗ് ഉണ്ട്, ഡി എൽ, ഡി ടി, ഡി ഡി. ആദ്യം നമുക്ക് ഡി എൽ കൊടുക്കാം.
DL ടാഗ് കൊടുക്കാം. DL DL മീൻസ് നമ്മൾ ലിസ്റ്റിന്റെ സ്റ്റാർട്ട് കൊടുക്കുന്നതാണ് DL ടാഗ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ DT കൊടുക്കുക. DTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടേംസിനെയാണ് DT എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ DTനെയും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. ആദ്യത്തെ DTക്ക് ഞാൻ റെഡ് എന്ന് പറഞ്ഞൊരു കളർ കൊടുത്തു. നെക്സ്റ്റ് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് ഞാൻ DD എന്ന് വിളിച്ചു. DD മീൻസ് ഡിസ്ക്രിപ്ഷൻ. ഞാൻ റെഡ് ഈസ് കളർ എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഞാൻ DT കൊടുക്കുവാണ്. ടേം, ഒരു ടേമും കൂടി ഞാൻ കൊടുക്കുവാണ്, ക്യാറ്റ്. എന്നിട്ട് ഞാൻ അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുവാണ്, ക്യാറ്റ് ഈസ് എ പെറ്റ്. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഹൈഫൺ കൊടുക്കുവാണ്. എനിക്ക് ഹൈഫൺ ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഹൈഫൺ കൊടുക്കുക. നിങ്ങൾ അത് ഹൈഫൺ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിന്റ് ചെയ്ത് കിട്ടും. ഞാൻ ജസ്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഒരെണ്ണം കൂടെ കൊടുക്കുക, ഒരു DDയും കൂടെ കൊടുക്കുവാണ്, DT, ഒരു DTയും കൂടെ കൊടുക്കുവാണ്, പാരറ്റ് എന്ന് പറയും. പാരറ്റ് ഒരു ബേർഡ് ആണ്. സോ ഞാൻ DDയിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പാരറ്റ് ഈസ് എ ബേർഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഇതിന് ഞാൻ സേവ് ചെയ്തു റൺ ചെയ്യുവാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടി. അതായത് നമുക്ക് പേരും പിന്നെ അതിന്റെ കൂടെ കുറച്ച് ടാബ് സ്പേസ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, ആകാശ് എന്നോട് ചെയ്തായിരുന്നോ അതോ ചെയ്യണോ? ഓക്കെ, ഇത് ഇങ്ങനെ ഇരിക്കും നമുക്ക് ഔട്ട്പുട്ട്. അതായത് ഒരു ടാബ് സ്പേസ് ഡിസ്റ്റൻസിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് കാണാൻ പറ്റും, ടേമും ഡിസ്ക്രിപ്ഷനും കാണും. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡെഫിനേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ചെയ്തോളൂ. ആകാശ് പറയണേ, കിട്ടിയോ ഔട്ട്പുട്ട്? ഓക്കെ, ഓക്കെ കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? നമുക്ക് അടുത്തത് പഠിക്കാം. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് HTML ടേബിൾസ് ആണ്. ഒരു ടേബിൾ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജിലായിരിക്കും. ആകാശിന് പറയാവോ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ലാംഗ്വേജിലായിരിക്കും? ഓക്കെ, നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ടേബിൾ ടാഗ്, അതായത് ടേബിൾ എന്നുള്ള ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ കുറച്ച് ടാഗ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ TR, പിന്നെ TD, പിന്നെ TH. TR എന്ന് പറയുന്നത് ടേബിളിന്റെ ഓരോ റോസിനെയും ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ TR യൂസ് ചെയ്യുന്നത്. TD യൂസ് ചെയ്യുന്നത് ടേബിളിലെ ഓരോ ഡേറ്റാസ്, ടേബിളിനുള്ളിലെ ഓരോ ഡേറ്റാസിനെയും ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ TD യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് TH ആണ്. TH എന്ന് പറയുന്നത് ടേബിളിന്റെ ഹെഡിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് TH യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമേ ടേബിൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ടേബിൾ ടാഗിലല്ലേ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ടേബിൾ എന്ന് കൊടുക്കുക. ഈ ടേബിൾ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പൊ ചെയ്യേണ്ട, ഞാൻ ടേബിൾ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ആദ്യമേ ടേബിളിന്റെ ഓരോ റോ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമേ ടി ആർ കൊടുത്തു. ടേബിളിന്റെ റോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടി ആർ യൂസ് ചെയ്യുന്നത്. സോ ടി ആർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ടേബിളിന്റെ ആദ്യത്തെ റോ ആണിത്. ടേബിളിന്റെ ആദ്യത്തെ റോയിൽ നമ്മൾ ഈ ടേബിളിന്റെ ഹെഡിങ് അല്ലേ കൊടുക്കേണ്ടത്. ടേബിളിന്റെ ഫസ്റ്റ് റോയിൽ ടേബിളിൽ എന്തൊക്കെ ഹെഡിങ്സ് വരുന്നുണ്ടോ ആ ഹെഡിങ്സ് ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ എന്റെ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ആനിമൽസ് എന്നാണ്. സോ ഞാൻ ആനിമൽസ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്റെ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ബേർഡ്സ് എന്നാണ്. സോ ഞാൻ ബേർഡ്സ് എന്ന് കൊടുത്തു. ഓക്കെ, അതായത് ആ ടേബിളിലെ റോയിലെ ഹെഡിങ് ആണ്. എന്റെ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഞാൻ ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്റെ ടേബിൾ ഇത്രയും ഹെഡിങ് ഉണ്ട്. സോ ഞാൻ ഇത്രയും ഹെഡിങ് ഉണ്ട്. ഇപ്പൊ ഈ ഹെഡിങ് എങ്ങനെ വരുന്നത് കാണാം. ടേബിളിന്റെ ഹെഡിങ് മാത്രമാണ് കേട്ടോ. ഇങ്ങനെയാണ് ആ ടേബിളിന്റെ ഹെഡിങ്. അതായത് എന്റെ ടേബിളിന്റെ ഫസ്റ്റത്തെ റോ ആണിത്. ഈ റോയിലെ ആദ്യത്തെ വാല്യൂ, ആദ്യത്തെ പി എച്ച്, അതായത് ആദ്യത്തെ ടേബിൾ ഹെഡിങ് എന്ന് പറയുന്നത് ആനിമൽസ് ആണ്. രണ്ടാമത്തത് ബേർഡ്സ് ആണ്. മൂന്നാമത്തത് ഫ്രൂട്ട്സ് ആണ്. ഞാൻ കൊടുത്തത് അതേപോലെ മൂന്നെണ്ണം എനിക്ക് കിട്ടി. ഇനി എനിക്ക് എന്ത് ചെയ്യണം? കുറച്ച് ആനിമൽസിന് എൻട്രി ചെയ്യണം, കുറച്ച് ബേർഡ്സിന് എൻട്രി ചെയ്യണം, അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സിന് എൻട്രി ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ടി ആർ ക്ലോസ് ചെയ്തത് ആദ്യത്തെ ടേബിളിന്റെ റോ കഴിഞ്ഞു. ഇനി എനിക്ക് അടുത്ത ടേബിളിന്റെ റോ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ടേബിളിന്റെ റോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത ടേബിളിന്റെ റോ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ടേബിളിന്റെ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ആനിമൽസിന്റെ ലിസ്റ്റ് കൊടുക്കണം. അപ്പം ടേബിൾ ഡേറ്റ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടേബിൾ ഡേറ്റ, ടേബിൾ റോ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓരോ റോസിനെയുമാണ് ടി ആർ, അതായത് ടേബിൾ റോ യൂസ് ചെയ്യുന്നത്. ടി എച്ച് യൂസ് ചെയ്യുന്നത് നമ്മൾ ടേബിളിന്റെ ഹെഡിങ്ങിനെയാണ്, അതായത് ടേബിളിന്റെ റോയിന്റെ ഉള്ളിലുള്ള ഹെഡിങ്ങിനെയാണ് നമ്മൾ ടി എച്ച് കൊണ്ട് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ടി എച്ച് ആണ് കൊടുക്കുന്നത്. ടി എച്ച് അല്ല, ടി ആണ് കൊടുക്കുന്നത്, അതായത് ടേബിളിന്റെ ഉള്ളിൽ വരുന്ന ഡേറ്റ. അപ്പൊ എന്റെ ആദ്യം ആനിമൽസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ആനിമൽസിന്റെ പേര് കൊടുക്കുവാണ്. ലയൺ, ക്യാറ്റ്, റാബിറ്റ്, കുറച്ച് ആനിമൽസിന്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് ഇങ്ങനെ നേരെ ആണോ വന്നത്. സോ എനിക്ക് നേരെ വരണ്ട. അപ്പൊ ഞാൻ ആദ്യം കൊടുത്തത് ആനിമൽസ് ആണ്. അപ്പൊ ആദ്യത്തെ വാല്യൂവില് ആനിമലിന്റെ പേര് കൊടുക്കുക. ലയൺ. രണ്ടാമത് ഞാൻ കൊടുത്ത ബേർഡ്സ് ആണ്. സോ ഞാനൊരു ബേർഡ്സിന്റെ പേര് കൊടുത്തു. മൂന്നാമത് കൊടുത്ത ഫ്ലവർ ആണ്. സോ ഞാൻ ഫ്ലവറിന്റെ പേര് കൊടുത്തു. എന്നിട്ട് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഫ്രൂട്ട്സ്. ഓക്കെ, ഞാൻ റൺ ചെയ്യുവാണ്. റൺ ചെയ്തപ്പോ എനിക്ക് ലയൺ, ബേർഡ്സിൽ ക്രോ, പിന്നെ ഫ്രൂട്ട്സിൽ റോസ്ബെറി അങ്ങനെ കിട്ടി. ഇനി ഞാൻ ഒന്നുകൂടി ഇത് കൊടുക്കും. എനിക്കൊരു 4 ഇത് എൻറ്റർ ചെയ്യണം. സോ ഞാൻ അടുത്ത ഈ ടേബിൾ റോയിൽ എനിക്ക് ഇത്രയും മതി. ഇനി അടുത്ത ടേബിൾ റോ ഞാൻ വീണ്ടും തുടങ്ങി. എന്നിട്ട് വീണ്ടും അടുത്ത എന്ത് കൊടുത്തു? ആനിമലിനെ കൊടുത്തു. അപ്പൊ ടി ഡിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓരോന്നിനെയും. ആദ്യത്തെ ടി ഡിയിൽ ഞാൻ ക്യാറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ബേർഡ്സ് ആണ്. സോ ഞാൻ അടുത്ത ടി ഡിയിൽ പാരറ്റിന് കൊടുത്തു. പിന്നെ ഞാൻ അടുത്ത ടിവിയിൽ ഫ്രൂട്ട്സ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ ആപ്പിൾ കൊടുത്തു. ഇനി എനിക്ക് ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ വീണ്ടും ടി ആർ തുടങ്ങി. മൂന്നെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ടി ആർ തുടങ്ങി. എന്നിട്ട് എനിക്ക് വീണ്ടും ആദ്യത്തെ ആനിമലിന് കൊടുക്കണം. ഞാൻ ഡോഗ് കൊടുത്തു. അതുപോലെ തന്നെ ബേർഡ്സ് ഒരെണ്ണം കൊടുക്കണം. ടി ഡിയിൽ ഞാനൊരു ബേർഡ്സ് കൊടുക്കുവാണ്. ഡവ് കൊടുത്തു. അടുത്ത ടി ഡിയിൽ ഞാൻ ഫ്രൂട്ട്സ് അല്ലേ, ഞാൻ ഓറഞ്ച് കൊടുത്തു. ഒരെണ്ണം കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ടേബിളിന്റെ വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഒരു ടി ആർ കൂടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ ടേബിൾ ഡേറ്റ കൊടുക്കുവാണ്. ടി
ഗ്രീഡ് വെച്ചിട്ടാണ് നമ്മുടെ ഡേറ്റാസ് കൊടുക്കുന്നത്. ആദ്യത്തെ ആനിമൽ ആണ്, ഞാനിപ്പോൾ ആനിമലിൽ കൊടുക്കുന്നത് എലിഫന്റ് എന്നാണ്. പിന്നെ ബേർഡ്സ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ ബേർഡ്സ് സ്പാരോ കൊടുത്ത്. പിന്നെ കൊടുക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പൊ എന്റെ ടേബിളിൽ കുറെ വാല്യൂസ് ഞാൻ എൻ്റർ ചെയ്തു. എന്നിട്ട് ഞാനത് സേവ് ചെയ്തിട്ട് റൺ ചെയ്യുന്നു. കണ്ടോ, ഇത്രയും വാല്യൂസ് എനിക്ക് കിട്ടി എന്റെ ടേബിളിൽ. ഇതാണ് എന്റെ ടേബിൾ. ഈ ടേബിളിൽ ഇത്രയും വാല്യൂസ് കിട്ടി. പക്ഷെ ഇതിനകത്ത് എന്തുവാ, ടേബിളിന്റെ ലൈൻസ് ഒന്നും ഇല്ല. റോസ് കോളംസ് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ലൈൻസ് ഒന്നും ഇല്ല. സോ ഞാൻ ലൈൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ടേബിൾ ബോർഡർ. സോ നമ്മൾ ടേബിളിലോട്ട് വരിക. എന്നിട്ട് ഈ ടേബിളിന്റെ ഇവിടെ ഒരു സ്പേസ് കൊടുക്കുക. എന്നിട്ട് ബോർഡർ കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. ഞാനിപ്പോ 2 എന്നാണ് കൊടുത്തത്. 2 കൊടുക്കുമ്പോ എങ്ങനെ വരുമല്ലോ. ബോർഡർ എന്ന് കൊടുക്കണം. ബോർഡർ, ടേബിൾ ബോർഡർ ഈക്വൽ ടു 2 എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് റൺ ചെയ്ത് നോക്കുക. അപ്പൊ ഇതെനിക്ക് എന്തായി, ഒരു ടേബിൾ കിട്ടി. ഇങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്കിപ്പം രണ്ടാമത്തെ ലൈൻ, അതായത് ഈ ബോർഡർ കുറച്ചുകൂടി വലുതാക്കണമെന്ന് വിചാരിക്കുക ടേബിളിന്റെ ബോർഡർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ടേബിൾ ബോർഡറിന്റെ അവിടെ നമ്മൾ 100 കൊടുക്കുകയാണെങ്കിൽ അത്രയും വലുതാകും. നമുക്ക് 100 കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും 100 കൊടുക്കുമ്പോൾ എന്തോ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 100 കൊടുക്കുന്നത്. കണ്ടോ, 100 കൊടുക്കുമ്പോൾ ഈ ബോർഡറിന്റെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നല്ല കട്ടി വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് 100 കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 2 or 3 അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. 3 കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തു എന്റെ ബോർഡർ. എങ്ങനെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആകാശ്? ഓക്കെ, ചെയ്തോളൂ. കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഔട്ട്പുട്ട് കാണിച്ചു. ഓക്കെ.
ഓക്കെ ഇല്ലല്ലോ. എച്ച് ടി എം എൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ അല്ലേ? എങ്കിൽ ഞാനൊരു ടേബിൾ ഒരു ടാസ്ക് തരാം, അപ്പൊ ചെയ്യണേ. ജസ്റ്റ് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പിൽ ടേബിൾ ഹെഡിങ് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ പോകും ഓരോ ദിവസം. എന്നിട്ട് സീരിയൽ നമ്പറിന്റെ അവിടെ 1 2 3, അതായത് ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് അതാണ് അതിന്റെ മീനിങ്. പിന്നെ അതിന്റെ നേരെ പോകണം, സബ്ജക്ട് പോകണം. അങ്ങനെ ഒരു റോ 4 റോസ് 4 പീരീഡ്. ഓക്കെ. എന്നിട്ട് ഇത് ഔട്ട്പുട്ട് ഗ്രൂപ്പിലിടണം, ഇതുപോലെ ഗ്രൂപ്പിലിടണേ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ ചെയ്തു. ഓക്കെ.
രണ്ട് റോയോ? അപ്പൊ ഒരു ടൈം ടേബിൾ ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി ആകാശ്. എന്റെ വാല്യൂസ് മാറ്റി കൊടുത്താൽ മതി. കാര്യം ക്ലാസ്സിൽ ഇതിനകത്ത് കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ സ്ക്രീൻ ഷെയർ. ഓക്കെ വെരി ഗുഡ്. ഇപ്പൊ കണ്ടോ നമുക്ക് ഈ ഹെഡിങ് ടേബിളിന്റെ ഹെഡിങ് വലുതാക്കി കിട്ടിയിരുന്നത് നമ്മൾ കീ എച്ച് കൊടുക്കുന്നതിന്റെ പ്രത്യേകത. കീ എച്ച് കൊടുക്കുവാണെങ്കിൽ ടേബിളിന്റെ ഹെഡിങ് ഇങ്ങനെ ഇങ്ങനെ ബോൾഡ് ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ ആകാശ് ഇത്? അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് ഫോട്ടോ എടുത്ത് അയക്കുക. കോഡും ഫോട്ടോ എടുത്ത് അയക്കുക കേട്ടോ. ഓക്കെ. നമുക്ക് ചെറിയൊരു കാര്യം കൂടെ പഠിക്കാം. അപ്പൊ ഫോംസ് ആയിരുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ വെച്ചിട്ടില്ല. നാളത്തേക്ക് ആക്കാന്ന് വിചാരിച്ച കാര്യം കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോംസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫോംസ് എന്താണെന്നറിയോ? അതെ അതെ. നമ്മളിപ്പോ ടേബിൾ വാല്യൂസ് ഉൾപ്പെടെയല്ല കൊടുക്കുക. ഫോംസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, നമ്മൾ എന്ത് ചെയ്യാൻ വേറൊരു കോളം കാണും, പിന്നെ അതിൽ ലേബിൾ ആയിട്ട് വേറൊരു കോളം കാണും, വേറൊരു ഇത് കാണും. ഓക്കെ, ഇൻപുട്ട് വൈസ് കാണും. അപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ രണ്ട് ടാഗ് ആയിരിക്കും ഇത് പഠിക്കാൻ പോകുന്നത്. കാര്യം കുട്ടികളില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. ജസ്റ്റ് H1 അടുത്ത് നമ്മൾ ഫോംസ് എന്ന് കൊടുക്കുക. HTML ഫോംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇന്റർവ്യൂലൊക്കെ ഇത് ചോദിക്കും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇത് ചോദിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ജാംഗോയിൽ നമുക്ക് എന്തായാലും ഒരു രജിസ്ട്രേഷൻ ഫോം, ഒരു ലോഗിൻ ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത് വരും. ഓക്കെ. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോംസ് പഠിക്കുന്നത്. നമ്മളിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ ആ പ്രൊജക്റ്റിന് എന്ത് വേണം? ലോഗിൻ ചെയ്യണം, അതുപോലെ രജിസ്റ്റർ ചെയ്യണം യൂസർ. ഓക്കെ. അപ്പൊ നമ്മൾ തന്നെയല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫോംസിൽ നമുക്ക് ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്. ഇൻപുട്ട് ഫീൽഡിലായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ലേബൽ ഫീൽഡ് ഉണ്ട്. ലേബൽ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ എഴുതി കാണിക്കുന്നതായിരിക്കും ലേബൽ ഫീൽഡ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു ഫോം ഉണ്ടാകുന്നത്. ഓക്കെ. ഫോം എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തോ നമ്മുടെ പേര്, ക്യാരക്ടേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്നതാണ് ടെക്സ്റ്റ്. അപ്പം ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കാണും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണ്ട, അവിടെ നമ്പറിന് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇമെയിൽ ആണെങ്കിൽ നമുക്ക് ഇമെയിലിന് കൊടുക്കാം. പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് പാസ്വേഡ് കൊടുക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് കാര്യം പഠിക്കാം. ഒന്ന് നെയിമും യൂസർ നെയിമും, ഒരെണ്ണം പാസ്വേഡ്. ഇത് മൂന്നും നമുക്ക് ഇന്ന് പഠിക്കാവും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഫീൽഡിൽ തന്നെ ആദ്യത്തത് നെയിം. നെയിം ആയിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നെയിം കൊടുക്കുക. ലേബലാണ്. അപ്പൊ നെയിം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേബിൾ കൊടുക്കണം. അപ്പൊ ഈ ലേബിൾ ഇൻപുട്ട് ഒക്കെ നമ്മൾ ഫോം എന്ന് പറയുന്ന ടാഗിലാണ് വെക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം ടാഗ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ
തന്നെ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യണം. ഫോം എന്നാണ് നമ്മുടെ ടാഗിന്റെ പേര്. ഫോം എന്ന് കൊടുത്തു. എന്നിട്ട് ഫോമിന്റെ അകത്ത് തന്നെ ഞാൻ ആദ്യം ലേബിൾ കൊടുത്തു. ലേബിൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതി കാണിക്കുന്ന എന്താണോ ആദ്യം എന്താണോ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ ലേബിൾ കൊടുക്കുന്നത്. ലേബിൾ കൊടുത്തു. എന്നിട്ട് എനിക്ക് ആദ്യമേ നെയിം ആണ് കൊടുക്കേണ്ടത് വിചാരിക്കുക. ഞാൻ നെയിം എന്ന് കൊടുത്തു, NAME. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോളം കൊടുത്തു, ഫുൾ കോളം കൊടുത്തു. എന്നിട്ട് നെയിം കൊടുത്ത് ഈ നെയിം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സാധനം വേണമല്ലോ, അതാണ് ഇൻപുട്ട് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഫീൽഡ് കൊടുക്കുക. ഫീൽഡ് ഇൻപുട്ട് ഫീൽഡ് അല്ല, നമുക്ക് ടൈപ്പ് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. കാര്യം നെയിം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ആണല്ലോ, സോ നമ്മൾ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് സ്പേസ് ഇടുക. എന്നിട്ട് ചുമ്മാ ഒരു നെയിം എന്ന് പറഞ്ഞു കൊടുക്കുക. നെയിം ഈക്വൽ ടു നെയിം എന്ന് തന്നെ കൊടുക്കുക. നമ്മളൊരു യൂണീക് നെയിം കൊടുക്കുക. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണീക് നെയിം കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കുക. കണ്ടോ, HTML ഫോംസിൽ എനിക്ക് നെയിം ഇവിടെ വന്ന് ഇവിടെ നെയിം ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ് കൂടി കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ നെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് യൂസർ നെയിം എന്ന് പറഞ്ഞാൽ വേറൊരു ടാഗാണ്. ഇതുപോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ലേബൽ കൊടുക്കുക. ലേബൽ കൊടുത്തിട്ട് എനിക്ക് യൂസർ നെയിം ആണ് ആദ്യം വരേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുക, യൂസർ നെയിം എന്ന് കൊടുക്കുക. എന്നിട്ട് ഫുൾ കോളൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ഇൻപുട്ട് ഫീൽഡ് കൊടുക്കണമല്ലോ. സോ ഞാൻ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് തന്നെയാണ് നെയിം, അതായത് ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ യൂസർ നെയിം. ടെക്സ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് നെയിം ഈക്വൽ ടു എന്തെങ്കിലും കൊടുത്താൽ മതി. ഇവിടെ ഞാൻ യൂസർ നെയിം ആയതുകൊണ്ട് യൂസർ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക. യൂസർ നെയിം തന്നെ കൊടുത്താലും ഇവിടെ ഞാൻ ക്ലോസ് ചെയ്തു. ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു, റൺ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഫീൽഡ് കൂടി കിട്ടി. യൂസർ നെയിം എന്ന് പറയുന്ന അടുത്ത ഫീൽഡ് കൂടി കിട്ടി. അപ്പൊ എനിക്ക് നെയിം കിട്ടി, യൂസർ നെയിം കിട്ടി. ഇനി ഞാൻ ഒരു ഫീൽഡ് കൂടി ടൈപ്പ് ചെയ്യുവാണ്, പാസ്വേഡിന്റെ ഫീൽഡ്. അതിനെന്ത് ചെയ്യണം, ലേബൽ കൊടുക്കുക. ലേബൽ എന്നിട്ട് പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. സോ ഞാൻ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്യും. പാസ്വേഡ് കൊടുത്തു. എന്നിട്ട് എനിക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ഫീൽഡ് വേണം. സോ ഞാൻ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമ്മൾ ടെക്സ്റ്റ് കൊടുത്തത് നെയിം ആയതുകൊണ്ടാണ് പാസ്വേഡിന് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. ബിക്കോസ് അത് നമുക്ക് കാണാൻ പറ്റരുത്, അത് സ്റ്റാർ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പം ഫോംസിൽ ഡിഫോൾട്ട് ആയിട്ട് പാസ്വേഡിന് നമ്മൾ പാസ്വേഡ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോന്നാണ് വഴി കൊടുക്കേണ്ടത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് പാസ്വേഡിന് കൊടുക്കേണ്ട ടൈപ്പ് എന്ന് പറയുന്നത് പാസ്വേഡ് എന്ന് തന്നെയാണ്. ഓക്കെ, പാസ്വേഡിന് ഒരു നെയിം ഞാൻ ഡിഫൈൻ ചെയ്യുവാണ്. പാസ്വേഡ് എന്ന് തന്നെ ഞാൻ ചുമ്മാ കൊടുത്തു. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു, റൺ ചെയ്യുവാണ്. സോറി, ഇവിടെ എൻ്റെ ഇൻപുട്ട് ടൈപ്പിന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് റൺ ചെയ്യുക. കണ്ടോ, ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഞാൻ കൊടുത്ത 3 ഫീൽഡും എനിക്ക് ഇവിടെ കിട്ടി. പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡിന്റെ ഫീൽഡ് പാസ്വേഡ് തന്നെ കൊടുത്തത്. ഓക്കെ, ആകാശ് ക്ലിയർ ആയോ? താഴെ വരാൻ എന്തോ ചെയ്യണ്ടേന്ന് നമ്മൾ പറയും. താഴെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ഒരു കാര്യമാണ് താഴെ കൊടുക്കുന്നത്. അത് ബ്രേക്ക് PR, അതെ, PR ടാഗ് കൊടുക്കുക. എനിക്ക് ഈ നെയിം കഴിഞ്ഞിട്ടാണ് PR കൊടുക്കേണ്ടത്. സോ ഞാൻ PR ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ യൂസർ നെയിം കഴിഞ്ഞിട്ട് PR കൊടുക്കുക. അപ്പൊ എനിക്ക് താഴെ കിട്ടും. അതുപോലെ തന്നെ അടുത്തത് കൊടുക്കുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, താഴെ കിട്ടും. കണ്ടോ, അപ്പൊ എനിക്കിത് താഴെയായിട്ട് കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ ആകാശ്? ചോദിച്ചോളൂ. അതൊക്കെ നമ്മൾ CSS ലാണ് ചെയ്യുന്നത്. നമുക്ക് CSS
മാത്രമേ അതിന് സ്പേസ് കൊടുക്കാനും അതിന് അലൈൻമെന്റ് ചെയ്യാനും ലെഫ്റ്റിലോട്ടാണ് സി എസ് എസ് വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് എച്ച് ടി എം എൽ വെച്ചിട്ട് നമ്മൾ എച്ച് ടി എം എൽ സെന്ററിലാക്കാം. അല്ലാതെ ഇൻപുട്ട് ഫീൽഡ് ഒക്കെ നമുക്ക് സി എസ് എസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളെ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഇത് മൂന്നും പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് ഫോംസ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ ആകാശ്? നിധി, ആകാശ് ചെയ്തോ ഇത്? ഓക്കെ, ടൈപ്പിംഗ് ചെയ്തോളൂ. നിധിക്ക് എങ്ങനെയുണ്ട്? കേട്ടിട്ട് നല്ല ഡൗട്ട് തോന്നുന്നു. ഓക്കെ, ഇനി ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഓക്കെ, ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട് തോന്നിയാലും മെസ്സേജ് അയക്കുക, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സിമ്പിൾ ആണ്. ഇത് മൊത്തം നമ്മളിത് എച്ച് ടി എം എൽ ലിസ്റ്റ് പഠിച്ചു. 3 ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഉണ്ട്: ഓർഡർഡ് ലിസ്റ്റ്, അൺഓർഡർഡ് ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് പഠിച്ചു. അതിൽ ഓർഡർഡ് ലിസ്റ്റിന് OL ടാഗ് ആണ്, പിന്നെ അൺഓർഡർഡ് ലിസ്റ്റിന് UL ടാഗ് ആണ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിന് 3 ടാഗ് വരുന്നുണ്ട്: ഒന്ന് DL, ഒന്ന് DD, ഒന്ന് DT. DL എന്ന് പറയുന്നത് DD എന്ന് പറയുന്നത് ആദ്യം കൊടുക്കുന്നത് DD ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. DD എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DD കൊടുക്കുന്നത്. പിന്നെ DT ആണ് കൊടുക്കുന്നത്. DT എന്ന് പറയുന്നത് ടേംസിനാണ്. DL അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് കൊടുക്കുന്നതാണ് DL. ഓക്കെ, DL കൊടുത്തു കഴിഞ്ഞാൽ DL ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് കൊടുക്കാൻ പറ്റൂ. DLന്റെ ഉള്ളിലാണ് നമ്മൾ DD കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടേബിൾസ് പഠിച്ചു. ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ റോ, ടേബിൾ ഡേറ്റ ആൻഡ് ടേബിൾ ഹെഡിങ്, ഇത് മൂന്നും ചേർന്നിട്ടാണ് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ടേബിളിന് ലൈൻസ് വരാൻ വേണ്ടി നമ്മൾ ബോർഡർ കൊടുത്തു. ബോർഡർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനായിട്ട് പറ്റും. കൂടുതൽ കൊടുക്കും തോറും ബോർഡർ വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഡിഫോൾട്ടായിട്ട് 1 2 3 4 അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ ഫോംസ് ആണ് പഠിച്ചത്, HTML ഫോംസ്. അത് നമ്മൾ രജിസ്ട്രേഷൻ ഫോംസ്, ലോഗിൻ ഫോം അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോംസ് പഠിക്കുന്നത്. ഫോംസിൽ ഇന്ന് നമ്മൾ 3 ഫീൽഡ് മാത്രമേ പഠിച്ചുള്ളൂ: ഒന്ന് നെയിം, യൂസർ നെയിം, പാസ്വേഡ്. അതിൽ നെയിം യൂസർ നെയിം എന്ന് പറയുന്നത് സെയിം ആണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ പഠിച്ച പാസ്വേഡ് മാത്രമേ ഉള്ളൂ. പാസ്വേഡ് ടൈപ്പ് മാത്രമേ എക്സ്ട്രാ പഠിച്ചുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഇല്ല ഇല്ല, സിമ്പിൾ മാറ്റാൻ പറ്റില്ല. സിമ്പിൾ മാറ്റാനായി നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഏതെങ്കിലും സിമ്പിൾ നമ്മൾ മുകളിൽ നിന്ന് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ലിസ്റ്റിന്റെ കൂടെ ടൈപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളൊരു പാരഗ്രാഫ് കൊടുത്താലും എന്തെങ്കിലും ഒരു ഡോട്ട് കൊടുത്ത് പാരഗ്രാഫ് കൊടുത്താലും അതുപോലെ അത് പ്രിന്റ് ചെയ്ത് കിട്ടും. പക്ഷെ ആ ഒരു ഫോർമാറ്റിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ, നമുക്ക് ഫ്രണ്ട് എൻഡിൽ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ 1 2 3 ഓർഡർ ലിസ്റ്റ് വന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ വരും. പിന്നെ ബുള്ളറ്റ്സ് കൊടുത്താലും അതുപോലെ തന്നെ വരും. നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പേസ്റ്റ് ചെയ്തിട്ട് ഈ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുപോലെ അത് കിട്ടും. ഓക്കെ ഓക്കെ അല്ലേ നിധി? ഓക്കെ ഓക്കെ, അക്ഷയ് ആകാശ് കിട്ടിയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് നെക്സ്റ്റ് തേഴ്സ്ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ CSS ആയിരിക്കും പഠിക്കുന്നത്. CSS എന്ന് പറയുന്നത് HTML സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CSS. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു.